എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതാ ഒരു സുവർണ അവസരം. SSC ആണ് അവസരം ഒരുക്കിയിട്ടുള്ളത്. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് SSF ആസാം റൈഫിൾസിൽ കോൺസ്റ്റബിൾ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി 1/12/2025 മുതൽ 31/12/2025 വരെയാണ്. ഓൺലൈനായി ഫീസ് അടയ്ക്കാൻ കഴിയുന്ന തീയതി 1/1/2026 ആണ്. ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയിൽ എന്തെങ്കിലും തിരുത്തുകൾ വന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക് 8/1/2026 മുതൽ 10/1/2026 വരെ തിരുത്താനുള്ള അവസരമാണുള്ളത്. അപേക്ഷ സമർപ്പിക്കുന്ന യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം 2026 ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ നടത്തപ്പെടുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 21,700 രൂപ മുതൽ 69,100 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത്. BSF, CISF, CRPF, SSB, ITBP, ആസാം റൈഫിൾസ്, SSF തുടങ്ങിയ ഫോഴ്സുകളിലായി ആകെ 25,487 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആകെ വേക്കൻസിയുടെ 10% ESM അല്ലെങ്കിൽ എക്സ് സർവീസ്മാൻ കാറ്റഗറിക്കായി മാറ്റിവച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. പ്രായം 1/1/2026 അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 2/1/2003 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. SSC, ST, OBC, എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SSC, ST കാറ്റഗറിക്ക് 5 വർഷവും OBC കാറ്റഗറിക്ക് 3 വർഷവും എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് 3 വർഷവുമാണ് ഏജ് റിലാക്സേഷനായി വരുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ 1/1/2026 വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 31/12/2025 ആണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന ആപ്ലിക്കേഷൻ ഫീ 100 രൂപയാണ്. SSC, ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, വനിതകൾ, എക്സ് സർവീസ്മാൻ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. NCC സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ബോണസ് മാർക്ക് ലഭിക്കുന്നതാണ്. NCC A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാക്സിമം മാർക്കിൻ്റെ 2%, NCC B ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാക്സിമം മാർക്കിൻ്റെ 3%, NCC C ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാക്സിമം മാർക്കിൻ്റെ 5% ബോണസ് മാർക്ക് ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് ഫീസും അടയ്ക്കേണ്ടത്. കേരളത്തിൽ എക്സാം സെൻ്റർ ഉണ്ട്. കേരളത്തിൽ കൊല്ലം, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ എന്നിവയാണ് കേരളത്തിലെ എക്സാം സെൻ്ററുകൾ. കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് www.ssckkr.kar.nic.in ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയുടെ സിലബസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമാണ്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ നോക്കുക. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലുണ്ട്. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു യൂണിഫോം ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ അവസരമാണ് SSC ഒരുക്കിയിരിക്കുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. വിവിധ സേനാ വിഭാഗങ്ങളിലേക്കാണ് അവസരമുള്ളത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.